പലരും ചോദിക്കാറുള്ള ചോദ്യമാണ്, നമ്മൾ എന്തിനാണ് ഈ ഭൂമിയിലേക്ക് വന്നത്, നമ്മൾ എങ്ങനെയാണ് ഈ ഭൂമിയിലേക്ക് വന്നത്. പക്ഷെ നമ്മൾ ഈ ചോദ്യത്തിന് ഒരു പ്രസക്തിയില്ല. കാരണം നമ്മൾ എവിടുന്നോ ഈ ഭൂമിയിലേക്ക് വന്നതല്ല. മറ്റൊരു യൂണിവേഴ്സിൽ നിന്നോ മറ്റൊരു പ്ലാനറ്റിൽ നിന്നോ അല്ലെങ്കിൽ കഴിഞ്ഞ ജന്മത്തിൽ വേറൊരു സ്ഥലത്ത് ജീവിക്കുകയായിരുന്നു, അത് കഴിഞ്ഞ് ഇങ്ങനെ പുനർജനിച്ചതാണ് എന്ന് പറയുന്നതെല്ലാം വെറും സാഹിത്യങ്ങളാണ്. അല്ലെങ്കിൽ അതൊക്കെ പലതരത്തിലുള്ള ആഗ്രഹ ചിന്തകൾ മാത്രമാണ്. സയന്റിഫിക്കലി നമ്മൾ തന്നെയാണ് ഈ യൂണിവേഴ്സ്. നമ്മൾ ഈ യൂണിവേഴ്സിന്റെ കൂടെ ഉള്ളതാണ്, പല രൂപത്തിലായിരുന്നു എന്ന് മാത്രം. ഇതിനെ വളരെ സിമ്പിളായിട്ട് പറയാനാണെങ്കിൽ ഒരു മരത്തിനെ സങ്കല്പിക്കുക. അതായത് ഒരു പ്ലാവ്. ആ പ്ലാവിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട്? ഇലകളുണ്ട്, ശിഖരങ്ങളുണ്ട്, ചക്കയുണ്ട്, കുരുവുണ്ട്, അതുപോലെ വേരുകളുണ്ട്, തൊലിയുണ്ട്, തടിയുണ്ട്. ഇതെല്ലാം കൂടി ചേർന്ന രൂപമാണ് പ്ലാവ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ യൂണിവേഴ്സ്. യൂണിവേഴ്സിൽ എന്തൊക്കെയുണ്ട്? ബ്ലാക്ക് ഹോൾ ഉണ്ട്, നക്ഷത്രങ്ങളുണ്ട്, ഗാലക്സികളുണ്ട്, നെബുലകളുണ്ട്, പ്ലാനറ്റുകളുണ്ട്, നമ്മളുണ്ട്. ഇതെല്ലാം കൂടി ചേർന്നതാണ് യൂണിവേഴ്സ്. അല്ലാതെ സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടായതല്ല ഇതൊന്നും. ഇതെല്ലാം യൂണിവേഴ്സിന്റെ ഊർജ്ജമാണ്. ഇതെല്ലാം കൂടി ഒരു ഊർജ്ജത്തിൽ നിന്ന് ഉണ്ടായതാണ്. ഇതെല്ലാം നമ്മളാണ്. ഞാൻ എവിടെയോ വായിച്ചതാണ്, ഈ പ്രപഞ്ചത്തെ തന്നെ മനസ്സിലാക്കാൻ വേണ്ടി എടുത്ത രൂപമാണ് ഞാനും നിങ്ങളും. 1350 കോടി വർഷം മുമ്പാണ് ബിഗ് ബാങ് സംഭവിച്ചത് എന്നാണ് സയൻസ് പറയുന്നത്. സോ അന്നുണ്ടായ ആ ഊർജ്ജത്തിൽ നിന്നാണ് നമ്മളെല്ലാം ഉണ്ടായിരിക്കുന്നത്. ഇനി ഉണ്ടാവാൻ പോകുന്നതും ആ ഊർജ്ജത്തിൽ നിന്നാണ്. ഊർജ്ജങ്ങൾ കൈമാറിക്കൊണ്ടേയിരിക്കും. നമ്മൾ എറ്റേണലാണ്.